നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ജൂലൈ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് നാം. അപ്പോൾ ജ്യോതിഷപരമായി ഈ ആഴ്ച വളരെ വിശേഷപ്പെട്ട ഒരു ആഴ്ച തന്നെയായി കണക്കാക്കുന്നുണ്ട്. നിരവധി ശുഭദിനങ്ങളും ഈ ആഴ്ച വരുന്നുണ്ട്. ഗ്രഹനില പ്രകാരം ഈ ആഴ്ച ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ നാളുകാർക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ, പൂർണ്ണ പിന്തുണ തന്നെ ലഭിക്കുകയും ചെയ്യും. എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനും ജീവിതത്തിൽ വിജയത്തോടെ മുന്നോട്ട് പോകുവാനും ഈ നക്ഷത്രക്കാർക്ക് കഴിയും. അടുത്ത 7 നാൾ ഭാഗ്യം കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തൂ. അപ്പോൾ നമുക്ക് അതിൽ ആദ്യത്തെ നക്ഷത്രം മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്കാണ് മേടക്കൂറിൽ വരുന്ന. ജൂലൈ അവസാന വാരത്തിൽ മേടക്കൂറുകാർക്ക് ഐശ്വര്യവും ഭാഗ്യവും വരുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ഒരു പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിയതെല്ലാം നിങ്ങൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഭിക്കേണ്ട അവസരങ്ങൾ ലഭിക്കാതിരിക്കുകയൊക്കെ ചെയ്ത ആളുകൾക്ക് ഈ വാരത്തിൽ നല്ലൊരു മാറ്റം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി എന്ന് തോന്നിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും വളരെ വേഗത്തിൽ അനായാസം നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായി സാധിക്കുന്ന ഒരു സമയമാണ്. കുടുംബാംഗങ്ങൾക്കൊപ്പം സന്തോഷകരമായ നിമിഷങ്ങളും സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കരിയർ, ബിസിനസ്സിലെല്ലാം മികച്ച നേട്ടം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജോലിസ്ഥലത്ത് നിങ്ങൾ ചെയ്യുന്ന ജോലികൾ പ്രശംസിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കും ആ ഒരു സന്ദർഭങ്ങളിലേക്കും അത് മുഖേന സന്തോഷകരമായ ഒരു മുഹൂർത്തം നിങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ എത്തപ്പെടുന്നതാണ്. കഠിനാധ്വാനത്തിന് പൂർണ്ണ ഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വിവേകത്തോടു കൂടി എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ ആഴ്ചയിൽ നിങ്ങൾക്ക്. ഈ ആഴ്ച തുടങ്ങിക്കഴിഞ്ഞില്ലേ, അപ്പോൾ ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് ഉടനീളം ലഭിക്കാനായി പോകുന്നത്. ഈ ആഴ്ച ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് വളരെ നല്ല സമയമാണ്. യാത്രയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആ യാത്രയുടെ ഫലം നിങ്ങൾക്ക് അനുഭവയോഗ്യമായി ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ കോടതി സംബന്ധമായ കേസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കേസും കാര്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ആശ്വാസകരമായ ഒരു വർത്തമാനം ലഭിക്കുന്ന സമയം തന്നെയാണ് ഈ ആഴ്ച. മംഗളകരമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുവാനും കഴിയുന്ന ഒരു ആഴ്ചയാണിത്. അടുത്തത് ഇടവക്കൂറ്, കാർത്തിക അവസാന മുക്കാൽ, രോഹിണി, മകയിരം ആദ്യ പകുതി നക്ഷത്രക്കാർക്കാണ്. ഇടവക്കൂറുകാർക്ക് ഈ ആഴ്ച അനുകൂലമായിരിക്കും. നിങ്ങൾ ആസൂത്രണം ചെയ്ത ജോലികളൊക്കെ കൃത്യസമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ജോലിയിൽ ഈ ആഴ്ചയിൽ പ്രതീക്ഷിച്ച ഒരു പുരോഗതി നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. സാങ്കേതികപരമായ മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്ക് അവരുടെ ജോലിയിൽ പ്രത്യേക വിജയം ലഭിക്കാൻ സാധ്യതയുള്ള ഒരാഴ്ച കൂടിയാണിത്. തൊഴിൽ, ബിസിനസ്, സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു ശുഭകരമായ നേട്ടം നിങ്ങൾക്ക് നേട്ടങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് എത്തപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത പണം തിരികെ ലഭിക്കാതൊക്കെ ഇരുന്ന അവസ്ഥയിലുള്ളവർക്ക് ആ പണം തിരികെ ലഭിക്കുന്നതായിരിക്കും. ഈ ആഴ്ച മുഴുവൻ ഒരു ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന സൂചനകൾ നിങ്ങൾക്ക് നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപകാരപ്രദമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ ആഴ്ച ഉണ്ടാകുന്നതും ആയിരിക്കും. അടുത്തത് തുലാക്കൂറ്, ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ. തുലാക്കൂറ് വരുന്ന നക്ഷത്രക്കാർ ഇവരാണ്. അപ്പോൾ തുലാക്കൂറുകാർക്ക് നിങ്ങളുടെ ശക്തി, ബുദ്ധി, ധൈര്യം എന്നിവയുടെ ബലത്തിൽ ഈ ആഴ്ച നമ്മൾ പറയാറില്ലേ, നമ്മുടെ ബുദ്ധിയിലൊരു അഭിമാനം കൊള്ളുന്നുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ആഴ്ചയാണിത്. സന്തോഷവും ഭാഗ്യവും നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടുന്ന ഒരു ആഴ്ച കൂടിയാണിത്. പല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ വാരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. സമ്പാദ്യങ്ങളുടെയും നിക്ഷേപങ്ങളുടെയും നേട്ടങ്ങൾ ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തൊഴിൽ ചെയ്യുന്നവർക്ക് അധിക വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ പിന്തുണ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. ബിസിനസ്സുകാർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായി ലഭിക്കുന്ന സമയമാണ്. കൂടുതൽ ആവേശത്തോടു കൂടി കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ പരീക്ഷകൾക്കും മറ്റും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ നല്ല സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയം കൂടിയാണ്. അതുപോലെ പരസ്പര വിശ്വാസത്തോടു കൂടി ജീവിതത്തിൽ പങ്കാളികൾ ഒരുമിച്ച് കഴിയുന്നവർക്കൊക്കെ സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതമൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾ സന്തോഷകരമായ ദാമ്പത്യ ജീവിതമാണ്
അടിത്തറയായിട്ടുള്ളത്. അപ്പോൾ ആ ദാമ്പത്യ ജീവിതം പല കാര്യങ്ങൾ കൊണ്ട് സ്വരച്ചേർച്ച ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറി മുന്നോട്ട് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങളുടെ മക്കൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷമിച്ചും ബുദ്ധിമുട്ടിയും കഴിയുമ്പോൾ അതൊക്കെ കണ്ട് വിഷമിക്കുന്നത് നിങ്ങളുടെ മക്കളാണ്. അപ്പോൾ അവർക്കൊക്കെ സന്തോഷകരമായ രീതിയിൽ അച്ഛനും അമ്മയും സന്തോഷത്തോട് കൂടി കഴിയുന്നത് കാണാനുള്ളൊരു ഭാഗ്യവും ഒക്കെ അവർക്ക് വരുന്ന ഒരു ആഴ്ച കൂടിയാണിത്. കാരണം ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങൾ അയ്യോ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന തരത്തിലേക്ക് വിഷമിച്ച് ദുഃഖിച്ചിരുന്നവർക്ക് വലഞ്ഞിരുന്നവർക്കുമൊക്കെ ഒരു മാറ്റം, നമ്മൾ പറയാറില്ല, ഒരു നിമിഷം മതി ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് ജീവിതത്തിലേക്ക് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു മാറ്റം, ഒരു ദൈവദൂതനായിട്ട് ഒരാൾ അല്ലെങ്കിൽ ഒരു ദൈവദൂതനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല മാറ്റങ്ങളും വന്നു ചേരുന്ന ഒരു ആഴ്ച കൂടിയാണിത്. അടുത്തത് മകരക്കൂറിൽ വരുന്ന ഉത്രാടം, ആദ്യം മുക്കാൽ, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി. മകരക്കൂറുകാർക്ക് ഈ ആഴ്ച ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കും. ആഴ്ചയുടെ തുടക്കം മുതൽ തന്നെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിങ്ങൾക്ക് ഗുണകരമായ ആഗ്രഹിച്ച വിജയം നേടാനായി സാധിക്കുന്നതാണ്. അതേപോലെ അധികാരവും ഭരണവുമായൊക്കെ ബന്ധപ്പെട്ട് വളരെ അടുപ്പമായി വർദ്ധിക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ആ മേഖലയിലെ ഉയർന്ന അധികാരിയുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു അടുപ്പം സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി പണം ലഭിക്കാനുള്ള വഴിയുണ്ട്. അപ്പോൾ ലോട്ടറിയൊക്കെ ഒന്ന് എടുത്തുള്ളൂ. സാമ്പത്തികം നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളിലേക്ക് സമ്പത്ത് എത്താനുള്ള ഒരു അവസരമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അവരാഗ്രഹിച്ച നേട്ടങ്ങൾ എത്തുന്നതായിരിക്കും. വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുവാനായി തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ നല്ല സമയമാണ്. ബന്ധുക്കളൊക്കെ ആയിട്ട് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുന്ന സമയമാണ്. അതേപോലെ പ്രണയബന്ധത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആ തീവ്രത വർദ്ധിക്കുകയും ആ പ്രണയബന്ധങ്ങൾ നിങ്ങൾക്ക് വളരെ സന്തുഷ്ടരാവാനും അത് മുഖേന കുടുംബത്തിൽ ആ ബന്ധം വിവാഹത്തിലേക്കൊക്കെ എത്തപ്പെടുന്ന അവസ്ഥയിലൊക്കെ എത്തുന്ന സമയം കൂടിയാണ്. പങ്കാളിക്കൊപ്പം നല്ല നിമിഷങ്ങൾ ചിലവഴിക്കാൻ കഴിയുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഈ ആഴ്ച ഭാഗ്യം അനുകൂലമായി വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഭാഗ്യം എന്ന് പറയുന്ന ആ ഒരു നമ്മൾ ഭാഗ്യം എന്ന് കേൾക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഗ്രഹങ്ങളെല്ലാം നമ്മൾക്ക് നമ്മൾക്ക് ഭാഗ്യം തരാനുള്ള ആ ഒരു രീതിയിൽ എത്തുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും പൂർണ്ണ ഫലത്തോടു കൂടി നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഈ വാരം, ഈ ആഴ്ച ഭാഗ്യം വളരെ അനുകൂലമായി, ഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നന്മ നൽകാൻ, നിങ്ങൾക്ക് ഐശ്വര്യം നൽകണം എന്ന ഭാവത്തിൽ നിങ്ങളിലേക്ക് എത്തപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ പല കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് നേടാൻ കഴിയാതായി പോയി പല കാര്യങ്ങളുണ്ടാകും. ആ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് തന്നെ, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് ആ വഴി തെളിഞ്ഞു വരുന്ന ഒരു സമയമാണ് ഈ ആഴ്ച നിങ്ങൾക്ക്. അപ്പോൾ ചെറിയ ഒരു ലോട്ടറി പോലെയുള്ള ഭാഗ്യ പദ്ധതികളൊക്കെ ഒന്ന് എടുക്കുന്നത് നല്ലതാണ്. ഒരു വലിയ തുക, ഭീമമായ ഒരു തുക കിട്ടുമെന്നല്ല, എന്നാലും നിങ്ങളുടെ തൽക്കാലം നിങ്ങൾക്കൊരു സമാധാനത്തിനുള്ള ഒരു ആശ്വാസത്തിനുള്ള ഒരു തുകയൊക്കെ ലഭിക്കാനുള്ള ഒരു സമയമാണ്. നമ്മൾ ലോട്ടറി ഒന്നും എടുക്കാതെ ഇരുന്നിട്ട് അത് അടിച്ചില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ ചെറിയ സമ്മാന പദ്ധതികളിലൊക്കെ നിങ്ങൾക്ക് ഭാഗമാകുമ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിജയത്തിലേക്കൊക്കെ എത്താൻ, സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണിത്. അപ്പോൾ ജീവിതത്തിൽ ചെറിയ സന്തോഷങ്ങൾ, ഒരുപാട് ആളുകൾ വിഷമിച്ച് വലിയ പ്രയാസം അനുഭവിച്ചിട്ടുള്ള ആളുകൾ ധാരാളം കമൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട്. കാരണം ജീവിതം അത്രത്തോളം ഇരുട്ടിലായിപ്പോയി, വിഷമത്തിലായിപ്പോയി എന്നൊക്കെ. അപ്പോൾ ചെറിയ ഇങ്ങനെയുള്ള ആ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചം എന്ന് പറയാറില്ലേ, നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രകാശം വരാൻ പോകുന്ന ദിനങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ സൂചനയായി ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. ആ സൂചനകളെ തള്ളിക്കളയരുത്. അത് ഭഗവാനായി നമ്മൾക്ക് നൽകുന്ന സൂചനകളാണ്. നാളേക്ക് നമ്മൾക്ക് വരാൻ പോകുന്ന ആ ഒരു തെളിച്ചത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ലോട്ടറി എടുക്കുമ്പോൾ നമുക്ക് 500 രൂപ അടിക്കുന്ന, അല്ലെങ്കിൽ 1000 ആണ്, അയ്യോ അതൊന്നുമില്ല, എനിക്ക് ഇത്രത്തോളം കടങ്ങളുണ്ട്, അപ്പോൾ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലേ. നമ്മളിലേക്ക് ഒരു വലിയ എമൗണ്ട് കിട്ടിയാൽ നീ അങ്ങനെ സൂക്ഷിക്കും, അതിനെ എത്രത്തോളം പവിത്രതയോടെ കാണും എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ ദൈവം നമ്മൾക്കൊരു സൂചന തരികയാണ്, അല്ലെങ്കിൽ ആ പണത്തെ അവൻ എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ കിട്ടുന്ന 1 രൂപയാണെങ്കിൽ പോലും അത് ഭഗവാൻ തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ സമ്മാന പദ്ധതികളിലൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രമിക്കണം. സമ്പത്ത് വരാൻ പോകുന്ന ഒരാഴ്ചയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം നിങ്ങൾ വിഷമിച്ചിരുന്ന ആ ഒന്നുമില്ല എന്നുള്ള ഇരുട്ടിലേക്ക് ഒരു ജീവിതം നശിച്ചു പോയി എന്നൊരു അവസ്ഥയിലോട്ടൊക്കെ പോയി വിഷമിച്ചിരിക്കുന്നവർക്കൊരു സന്തോഷത്തിലുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. വിഷമിക്കരുത്. എപ്പോഴും ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊള്ളൂ. അദ്ദേഹമേ ഉള്ളൂ ശാശ്വത മനുഷ്യൻ. ആരും നമ്മൾക്ക് എപ്പോഴും ശാശ്വതമായി, ആരും ആർക്കൊപ്പം എപ്പോഴും കൂടെ ഉണ്ടാകില്ല. എപ്പോഴും ശാശ്വതമായ സത്യം ഭഗവാൻ മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ മുറുകെ പിടിച്ചുകൊള്ളൂ. ഓരോ
വിഷമഘട്ടങ്ങളിൽ നിന്നും അദ്ദേഹം ഒരു കൈത്താങ്ങായി നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളെ മുന്നിലേക്ക് അയച്ചു തരും. അത് ചിലപ്പോൾ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടവുമായിട്ട് ആരെങ്കിലും ആയിരിക്കും. സത്യം എവിടെയോ ഒരു വെടിപൊട്ടി, ക്ഷേത്രത്തിലല്ലേ എവിടെയോ. കാരണം പറഞ്ഞ വാക്കുകളുടെ സത്യത്തിനെയാണ് ആ പൊരുളായിട്ട് ഭഗവാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഏവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്നായി വരട്ടെ. നന്ദി.